Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 6th സെമസ്റ്റർ എക്സാംസ് ഏപ്രിൽ 1-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ സീരീസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 2 സബ്ജക്ട്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇൻകം ടാക്സ് ആൻഡ് GST, ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രോബ്ലം പേപ്പർ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഈ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ മാർക്സ് പ്രതീക്ഷിക്കേണ്ട ചാപ്റ്റേഴ്സ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാം, SC ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം BCom BBA സ്റ്റുഡൻസിന് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. സോ നമ്മുടെ സബ്ജക്റ്റ് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആസ് യൂഷ്വൽ 5 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്പർ 1 ഇൻട്രൊഡക്ഷൻ ടു ഇൻവെസ്റ്റ്മെന്റ്, നമ്പർ 2 സെക്യൂരിറ്റി വാല്യുവേഷൻ, നമ്പർ 3 അപ്രോച്ച് ടു സെക്യൂരിറ്റി അനാലിസിസ്, നമ്പർ 4 പോർട്ട്ഫോളിയോ അനാലിസിസ്, നമ്പർ 5 ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ. ഇതാണ് 5 മൊഡ്യൂൾസ് വരുന്നത്. സോ ഇതിലെ SC ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? 4 SC നമുക്ക് വരുന്നുണ്ട്, ഇപ്പോൾ അറിയുന്നതാണല്ലോ. സോ 4 SCയിൽ 1 പ്രോബ്ലം 3 തിയറി, ചില സമയത്ത് 2 പ്രോബ്ലം 2 തിയറി, ആ രീതിയിലാണ് ചോദ്യങ്ങൾ വരാറ്. സോ ഇതിൽ ആദ്യത്തെ മൊഡ്യൂളിൽ നിന്ന് ഒരു തിയറി ചോദ്യം SC ആയിട്ട് എല്ലാ പ്രാവശ്യവും വരുന്നതാണ്. അതുകൊണ്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് നമുക്കൊരു SC പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മൊഡ്യൂൾ നമ്പർ 3യിൽ നിന്ന് ഒരു SC തിയറി ചോദ്യം എല്ലാ പ്രാവശ്യവും ഇടാറുണ്ട്. ദെൻ മൊഡ്യൂൾ നമ്പർ 4ൽ നിന്ന് ഒരു പ്രോബ്ലം SC ആയിട്ട് എപ്പോഴും വരുന്നതാണ്. അതുപോലെ തന്നെ മൊഡ്യൂൾ നമ്പർ 5ൽ നിന്ന് ഒരു തിയറി ചോദ്യവും നമുക്ക് SC ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 1, മൊഡ്യൂൾ നമ്പർ 3, 4, 5 ഈ പറയുന്ന 4 മൊഡ്യൂൾസിൽ നിന്നാണ് SC ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടുവരാറ്. ദെൻ നെക്സ്റ്റ് ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ചാപ്റ്റേഴ്സിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യണം, കുറച്ച് സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ മാർക്സ് നമുക്ക് തരുന്ന മൊഡ്യൂൾസ് ഏതൊക്കെയാണ്. മൊഡ്യൂൾ നമ്പർ 1 ബേസിക്സ് ആണ്. അതിൽ നിന്ന് നമുക്ക് SC 2 മാർക്സ് ക്വസ്റ്റ്യൻ, 5 മാർക്സ് ചോദ്യങ്ങൾ, ഇതൊക്കെ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആദ്യം നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 1. അതിനുശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്സ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മൊഡ്യൂൾ നമ്പർ 4, അതിൽ നിന്നും 2 മാർക്സ് 5 മാർക്സ് SC പ്രോബ്ലംസ് ഇതൊക്കെ വരുന്നതാണ്. ദെൻ മൊഡ്യൂൾ നമ്പർ 5ഉം ഇതുപോലെ തന്നെ 3 പാർട്ടിലും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളുടെ ചങ്ക് മൊഡ്യൂൾസ് എന്ന് പറയുന്നത് മൊഡ്യൂൾ നമ്പർ 1, 4, 5 ആണ്. ഈ പറയുന്ന 3 മൊഡ്യൂൾസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് SCയും 5 മാർക്സ് ചോദ്യങ്ങൾ, 2 മാർക്സ് ഇതൊക്കെ ഒരുപാട് ലഭിക്കും. ദെൻ മൊഡ്യൂൾ നമ്പർ 2 എന്ന് പറയുന്നത് 2 and 5 മാർക്സ് ചോദ്യങ്ങളാണ് വരാറ്. മൊഡ്യൂൾ നമ്പർ 3യുടെ പ്രത്യേകത ഒരുപാട് വായിക്കാനുണ്ട്. അതിൽ നിന്ന് വരുന്നത് ഒരു SC 2 മാർക്സിൻ്റെ 2-3 ചോദ്യങ്ങൾ, ഇങ്ങനെയാണ് കണ്ടുവരാറ്. ചിലപ്പോൾ തിയറി വരുന്നതും ഒരെണ്ണമൊക്കെ. അപ്പോൾ ഒരുപാട് വായിച്ചാലാണ് നമുക്ക് മൊഡ്യൂൾ നമ്പർ 3യിൽ നിന്ന് കുറച്ച് മാർക്സിൻ്റെ ചോദ്യം വരാം. അതിന് വേറെ ഓപ്ഷൻസ് നമ്മൾ മറ്റു മൊഡ്യൂൾസ് പഠിച്ചാൽ അവിടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുമ്പോൾ 1 പഠിക്കുക, 4 പഠിക്കുക, 5 പഠിക്കുക, ദെൻ 2 പഠിക്കുക, അവസാനം മാത്രം 3ലോട്ട് ചാടാം. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽസിലോട്ട് പോകാം. സോ ഇതിൽ ആദ്യത്തെ മൊഡ്യൂൾ ഞാൻ പറഞ്ഞു, ഇതിൽ നിന്ന് 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഒരു 3 എണ്ണം മിനിമം പ്രതീക്ഷിക്കാം. തിയറി ചോദ്യം SC 1 എണ്ണം പ്രതീക്ഷിക്കാം. ദെൻ 5 മാർക്കിൻ്റെ പ്രോബ്ലം എല്ലാ പേപ്പറിലും 1 എണ്ണം ഇടാറുണ്ട്. ദെൻ ഒരു തിയറി ചോദ്യവും നമുക്ക് വേണമെങ്കിൽ 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം. അങ്ങനെ 3 പാർട്ടിലും ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂൾ. സോ ഇൻട്രൊഡക്ഷൻ ടു ഇൻവെസ്റ്റ്മെന്റിൽ എന്താണ് ഇൻവെസ്റ്റ്മെന്റ്, 2 മാർക്സിൻ്റെ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇൻവെസ്റ്റ്മെന്റിന്റെ സ്പെക്കുലേഷൻ എന്താണ്, 2 മാർക്സ് പഠിച്ചിരിക്കണം. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 5 മാർക്കിന്റെ ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം, എന്തായാലും നോക്കിയിരിക്കണം. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ടോപ്പിക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ഒരുപാട്
സബ് ടോപ്പിക്സ് ഉണ്ട്. അതിൽ നിന്നുള്ള ഓരോ ടോപ്പിക്കിലത്തെ കാര്യങ്ങൾ നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാറുണ്ട്. ശരിക്കും ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചോദ്യത്തിനേക്കാൾ ഉപരി അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ 2 മാർക്കിൻ്റെയിലേക്ക് വരാറുണ്ട്. അതിൽ വാരിയബിൾ ഇൻകം സെക്യൂരിറ്റി, ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി എന്താണ്? 2 മാർക്സിൻ്റെ ചോദ്യം. വാരിയബിൾ ഇൻകം സെക്യൂരിറ്റി എന്താണ്? 2 മാർക്സിൻ്റെ ചോദ്യം. അങ്ങനെ എടുത്ത് ചോദിക്കാറുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ വരുന്നത് അതിൻ്റെ താഴെ ഓരോ ടൈപ്പ് സെക്യൂരിറ്റി, ഇപ്പോൾ പ്രിഫറൻസ് ഷെയർസ് എന്താണ്, ഡിബഞ്ചേഴ്സ്, ഇതൊക്കെ എന്താണ് എന്നുള്ളത് ചോദിച്ചാൽ എഴുതാൻ സാധിക്കണം. ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി എന്താണെന്നുള്ളത് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ചോദ്യം വീണ്ടും പ്രതീക്ഷിക്കാം. ഓക്കെ, ബോണ്ട് എന്താണ്? 2 മാർക്ക് ചോദ്യം. ഗവൺമെന്റ് സെക്യൂരിറ്റി എന്താണ്? 2 മാർക്ക് ചോദ്യം. അതുപോലെ തന്നെ മണി മാർക്കറ്റ് സെക്യൂരിറ്റി 2 മാർക്ക് ചോദ്യം. ട്രഷറി ബിൽ 2 മാർക്ക് ചോദ്യം. CD, സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പർ, ഇതൊക്കെ എന്താണെന്നുള്ളത് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ വരാറുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവ്സ് മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നതിന് പകരം ഈ പറയുന്ന ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി എന്താണ്, അങ്ങനത്തെ ഒരു ചോദ്യം 2 മാർക്കിന് തന്നെ പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ വാരിയബിൾ ഇൻകം സെക്യൂരിറ്റി എന്താണ്, 2 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ പറഞ്ഞ അവന്യൂസിൽ ഏതെങ്കിലും 1, 2 2 മാർക്കിനെ പ്രതീക്ഷിക്കാം. T-ബില്ലോ, CD-യോ, CP-യോ, ഇതൊക്കെ എന്താണ് എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. ബോണ്ട് എന്താണ്, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യാം. നിർബന്ധമായും നോക്കിയിരിക്കണം. നെക്സ്റ്റ് വരുന്നത് മ്യൂച്വൽ ഫണ്ടാണ്. 2 മാർക്കിൻ്റെ ചോദ്യം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അതിലെ ഓപ്പൺ എൻഡഡ്, ക്ലോസ് എൻഡഡ് എന്താണെന്നുണ്ട്, അതും 2 മാർക്സിൻ്റെ ചോദ്യമായിട്ട് കണ്ടുവരാറുള്ളതാണ്. എന്താണ് ഓപ്പൺ എൻഡഡ് ഫണ്ട്സ്, എന്താണ് ക്ലോസ് എൻഡഡ് ഫണ്ട്സ്. അപ്പോൾ ഇതൊക്കെ 2 മാർക്സിൻ്റെയിലേക്ക് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ് വരുന്നത് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ടോപ്പിക്. അത് എന്താണ് ഡെറിവേറ്റീവ്സ് എന്ന് മാത്രം പഠിച്ചു വെക്കുക. 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ അതും പ്രതീക്ഷിക്കാം. ദെൻ നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എൻവയോൺമെന്റ് എന്താണ്? കഴിഞ്ഞ പ്രാവശ്യം SAക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. വേണമെങ്കിൽ വീണ്ടും പ്രതീക്ഷിക്കാം, അതല്ലെങ്കിൽ 5 മാർക്കിലേക്ക് പ്രതീക്ഷിക്കാം. ഇൻവെസ്റ്റ്മെന്റ് എൻവയോൺമെന്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതാണ് മറ്റൊരു ടോപ്പിക്ക്. ഇൻവെസ്റ്റ്മെന്റ് എൻവയോൺമെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു SA ടോപ്പിക് പ്രതീക്ഷിക്കാം. അതിന് എലമെന്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്, ദെൻ ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ്, ഫിനാൻഷ്യൽ സർവീസസ്, ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് എൻവയോൺമെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടോപ്പിക് 5 മാർക്കിൻ്റെയോ SAക്കോ നമുക്ക് പ്രതീക്ഷിക്കാൻ ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ് ആണ്. അതും ഈ പറയുന്ന 5 മാർക്കിൻ്റെയിലും അതുപോലെ തന്നെ 10 മാർക്കിൻ്റെ SC ആയിട്ടും മാറി വന്നിട്ടുണ്ട്. അതും നോക്കി വയ്ക്കണം. ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് പ്രോസസ്സ് അതിൻ്റെ ഉള്ളിൽ വരുന്ന പല കാര്യങ്ങളുമാണ് നമുക്ക് മറ്റ് ചാപ്റ്റേഴ്സിൽ പഠിക്കാനുള്ള. പോർട്ട്ഫോളിയോ റിവിഷൻ, പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ. അപ്പോൾ ഇതൊക്കെ നമുക്ക് വരും ചാപ്റ്റേഴ്സിൽ വീണ്ടും കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവസാനം പറഞ്ഞ 2 കാര്യങ്ങൾ, ഇൻവെസ്റ്റ്മെന്റ് എൻവയോൺമെന്റ്, ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സ്, മാനേജ്മെന്റ് പ്രോസസ്സ്, ഇത് രണ്ടും 5 മാർക്കിൻ്റെയിലേക്കോ 10 മാർക്കിൻ്റെയിലേക്കോ മാറി വരുന്നതാണ്. ഇനി നെക്സ്റ്റ് പ്രോബ്ലംസ് ആണ്. അതിൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോബ്ലം എല്ലാ പ്രാവശ്യം 5 മാർക്കിൻ്റെയിൽ വരാറുള്ളതാണ്. നിർബന്ധമായും പഠിച്ചിരിക്കണം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. പ്രോബിലിറ്റിയും റിട്ടേൺ ഡീറ്റെയിൽസും ഒക്കെ തന്നിട്ട് എക്സ്പെക്റ്റഡ് റിട്ടേൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിർബന്ധമായും പഠിച്ചിരിക്കണം. 5 മാർക്കിൻ്റെ പ്രോബ്ലം. ദെൻ നെക്സ്റ്റ് CAPM എന്താണ്? 2 മാർക്കിൻ്റെ തിയറി ആയിട്ട് കഴിഞ്ഞ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചൊരു ചോദ്യമാണ്. എന്താണ് CAPM? ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഇക്വേഷനും പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് റിസ്ക് ആണ്. അതിൽ സിസ്റ്റമാറ്റിക് റിസ്ക് ഉണ്ട്, അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഉണ്ട്. നമുക്ക് ഈ പറയുന്ന റിസ്ക് എന്താന്നുള്ള ചോദ്യം, സിസ്റ്റമാറ്റിക് റിസ്ക്, അൺസിസ്റ്റമാറ്റിക് റിസ്ക്, ഇതൊക്കെ എന്താണെന്നുള്ളത് 2 മാർക്കിൻ്റെ തിയറി ആയിട്ട് പ്രതീക്ഷിക്കാം. ബിസിനസ് റിസ്ക്, ഫിനാൻഷ്യൽ, ഇതൊക്കെ റിസ്ക് എന്താണ് എന്നുള്ള ഒരു ചോദ്യം, ഏതെങ്കിലും ഒരു റിസ്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 മാർക്സിൻ്റെ വരാറുണ്ട്. എന്തായാലും നോക്കി വയ്ക്കുക. ദെൻ അതിനുശേഷം റിസ്കിൻ്റെ കാൽക്കുലേഷൻ ആണ്. സിസ്റ്റമാറ്റിക് റിസ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലമാണ് നെക്സ്റ്റ് വരുന്നത്. അതിൽ കോറിലേഷൻ ഉണ്ട്, അതുപോലെ തന്നെ റിഗ്രഷൻ ഉണ്ട്. കോറിലേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 5 മാർക്കിൻ്റെ പ്രോബ്ലം കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് 5 മാർക്കിൻ്റെയോ SAക്കോ വേണമെങ്കിൽ ഇടാം. അപ്പോൾ പ്രോബ്ലം നമുക്ക് ഇതിൽ നിന്ന് 2 ടോപ്പിക്സ് ആണ്. എക്സ്പെക്റ്റഡ് റിട്ടേൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരെണ്ണവും, അതുപോലെ തന്നെ കോറിലേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു പ്രോബ്ലം. അപ്പോൾ ബീറ്റ കാണാം. ബീറ്റ എന്താണ്? 2 മാർക്കിൻ്റെയും പ്രതീക്ഷിക്കാം. പിന്നെ
ഈ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ വെച്ചിട്ടുള്ള കാൽക്കുലേഷനും റിഗ്രഷനും ഉണ്ട്. അതിൽ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാണാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുത്തിരിക്കണം. നമുക്ക് 5 മാർക്കിൻ്റെ 1-2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എക്സ്പെക്ടഡ് റിട്ടേണും ഈ പറയുന്ന കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, മാറി മാറി വരുന്നതാണ്. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ മൊഡ്യൂൾ നമ്പർ 1. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 1-ൽ നിന്ന് 2 മാർക്സിൻ്റെ ചോദ്യങ്ങൾ ആദ്യം പറഞ്ഞ കുറേ കാര്യങ്ങൾ നോക്കുക. ഓൾട്ടർനേറ്റീവ്സിൻ്റെ ഉള്ളിൽ വരുന്ന പല കാര്യങ്ങളും 2 മാർക്കിൻ്റെ റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് പ്രോസസ്സും എൻവയോൺമെന്റും പഠിച്ചു വെക്കുക. തിയറിക്ക് SC ആയിട്ട് 10 മാർക്കിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം. എക്സ്പെക്ടഡ് റിട്ടേണും കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനും പ്രോബ്ലത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റ് ടോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് മൊഡ്യൂൾ നമ്പർ 1-നെ ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയാൻ സാധിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ആദ്യത്തെ ഒരു കാര്യം. ഒരു 25 മാർക്ക് വരെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളാണ് കേട്ടോ. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 2, സെക്യൂരിറ്റി വാല്യുവേഷൻ. 2 മാർക്സ് ആൻഡ് 5 മാർക്സ് ചോദ്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അങ്ങനെയാണ് കണ്ടുവരാറ്. അതിലായി തന്നെ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി എന്താണ് നമുക്ക് കാണാൻ സാധിക്കുക. 2 മാർക്കിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നുള്ളത്. ബോണ്ട് എന്താണ്, ദെൻ അതിൽ സീറോ കൂപ്പൺ ബോണ്ട് എന്താണ്, 2 മാർക്കിൻ്റെ തിയറി ചോദ്യം. ദെൻ അതിനുശേഷം നമുക്ക് ബോണ്ടിൻ്റെ റിസ്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 5 മാർക്കിൻ്റെ തിയറി ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ടൈപ്പ് ഓഫ് ബോണ്ട് റിസ്ക് എന്ത്, ബോണ്ടിൻ്റെ റിസ്കിനെ പറ്റിയിട്ടുള്ള ചോദ്യം 5 മാർക്കിൻ്റെ തിയറി ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. എന്തായാലും പഠിച്ചു വയ്ക്കുക. പിന്നെ പ്രോബ്ലമാണ്, 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം എല്ലാ പ്രാവശ്യവും ഇതിൽ നിന്ന് ഇടുന്നതാണ്. കറണ്ട് ഈൽഡ്, അതുപോലെ തന്നെ YTM എന്താണ്, 2 മാർക്കിൻ്റെ തിയറി ചോദ്യം. YTC എന്താണ്, 2 മാർക്കിൻ്റെ തിയറി ചോദ്യം. അതുപോലെ തന്നെ അതിൻ്റെ പ്രോബ്ലം എല്ലാ പ്രാവശ്യവും വരുന്നതാണ്, നിർബന്ധമായും നോക്കിയിരിക്കണം. ബോണ്ടിൻ്റെ ഡ്യൂറേഷൻ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കറണ്ട് ഈൽഡ്, YTM, YTC ഇതിൻ്റെ പ്രോബ്ലം നോക്കുക. അതുപോലെ തന്നെ ബോണ്ട് ഡ്യൂറേഷൻ്റെ പ്രോബ്ലം നോക്കുക. ഈ പറഞ്ഞ 2-3 പ്രോബ്ലംസിൽ ഏതെങ്കിലും ഒരെണ്ണം 5 മാർക്കിൻ്റെ എല്ലാ പ്രാവശ്യം ചോദിക്കുന്നതാണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 5 മാർക്കിൻ്റെ പ്രോബ്ലമാണ്, അതും ബോണ്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കറണ്ട് ഈൽഡ്, YTM, YTC, ബോണ്ട് ഡ്യൂറേഷൻ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പ്രാവശ്യം 5 മാർക്കിനുള്ളിൽ വരുന്നതാണ് കേട്ടോ. നിർബന്ധമായും പഠിച്ചിരിക്കണം. അതിനുശേഷം പ്രിഫറൻസ് ഷെയർസിൻ്റെ കാണാൻ സാധിക്കും. അത് എത്രത്തോളം റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടില്ല, കൂടുതൽ ഇതാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇക്വിറ്റിയുടെ കാണാൻ സാധിക്കും. അതിൽ ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡിൻ്റെ പ്രോബ്ലമാണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത്, അതിലേതെങ്കിലും ഒരെണ്ണം വേണമെങ്കിൽ വരാം. കൂടുതൽ ബോണ്ടിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. ഇക്വിറ്റിയിലത്തെ എന്താണ് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം വേണമെങ്കിൽ ഇടാം. കൂടുതൽ ഇമ്പോർട്ടൻസ് ബോണ്ടിൻ്റെ കാര്യത്തിന് നിങ്ങൾ നിർബന്ധമായും കൊടുത്ത് പഠിച്ചിരിക്കണം. ഇനി PE റേഷ്യോ എന്താണെന്നുള്ള 2 മാർക്കിൻ്റെ തിയറി ആയിട്ട് പല പേപ്പറുകളും ചോദിച്ചിട്ടുണ്ട്, അതും നോക്കി വയ്ക്കുക. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഞാൻ പറഞ്ഞു 2 മാർക്കിൻ്റെ തിയറി ചോദ്യം, 5 മാർക്കിൻ്റെ പ്രോബ്ലം ഏതെങ്കിലും ഒരെണ്ണം, ദെൻ ബോണ്ട് റിസ്കിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട് തിയറി ഒരു പ്രാവശ്യം, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. അപ്പോൾ പ്രോബ്ലം മിനിമം ഒരെണ്ണം, മാക്സിമം 2 വരെ നമുക്ക്, മിനിമം ഒരെണ്ണമാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്, അത് ബോണ്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കൂടുതൽ പ്രസക്തി. ദെൻ ഇക്വിറ്റിയുടെ വാല്യുവേഷനും വേണമെങ്കിൽ ഇടാം, ബോണ്ട് അല്ലെങ്കിൽ ഇക്വിറ്റി, കൂടുതൽ ബോണ്ടിനാണ് പ്രസക്തി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 2-ത്തെ കാര്യങ്ങൾ കേട്ടോ. മൂവിങ് ടു പിന്നെ PE റേഷ്യോ എന്താണ്. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 3, അപ്രോച്ച് ടു സെക്യൂരിറ്റി അനാലിസിസ്. വലിയൊരു ചാപ്റ്ററാണ്. ഇതിൽ നിന്ന് വരുന്ന മാർക്സ് എന്ന് പറയുന്നത് ഒരു essay ചോദ്യം, പിന്നെ 2 മാർക്കിൻ്റെ ചോദ്യം, ദെൻ ചിലപ്പോൾ മാത്രം 5 മാർക്കിൻ്റെ ഒരു തിയറി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് essay ഇട്ടില്ലെങ്കിൽ പിന്നെ ആ സെയിം ടോപ്പിക് തന്നെ 5 മാർക്കിൻ്റെ എടുത്തിടാം. ദെൻ വരുന്ന ചോദ്യം എന്ന് പറയുന്നത് മിക്കതും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് ടോപ്പിക്കുകളുണ്ട്, അത് തന്നെയാണ് മാറി മാറി വരാറ്. ഓക്കെ, അപ്പോൾ ഇതിൽ സെക്യൂരിറ്റി അനാലിസിസ് എന്താണ്, 2 മാർക്കിൻ്റെ തിയറി. ദെൻ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്താണ്, ഇതാണ് നമുക്ക് തിയറി ആയിട്ട് എക്സാമിന് വരാറ്. ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്താണ്, അതിൽ തന്നെ EIC അനാലിസിസ് കഴിഞ്ഞ ഒരു 3 വർഷത്തെ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഇക്കണോമിക് ഇൻഡസ്ട്രി കമ്പനി അനാലിസിസ്, EIC അനാലിസിസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ അനാലിസിസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ദെൻ ടെക്നിക്കൽ അനാലിസിസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പറയുന്ന 2 ടോപ്പിക്സ് മിക്ക പേപ്പറിലും വരാറ്. ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്താണ്, ടെക്നിക്കൽ അനാലിസിസ് എന്താണ്, ഇത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ അതാണ് SAക്ക് വരാം. ദെൻ EIC അനാലിസിസ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതാണ് നമുക്ക് മിക്ക പേപ്പറിലും വരാറ്. EIC വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇക്കണോമിക് ഇൻഡസ്ട്രി ആൻഡ് കമ്പനി അനാലിസിസ് കേട്ടോ.
ഇത് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ് EIC അനാലിസിസ്. അത് 2 മാർക്കിൻ്റെയും ചോദിക്കാറുണ്ട്. നിർബന്ധമായും നോക്കിയിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, പിന്നെ നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരും. പിന്നെ സോട്ട് എന്താണ്, പെസ്റ്റ് എന്താണെന്നൊക്കെ ജസ്റ്റ് നോക്കി വെക്കാം. ടെക്നിക്കൽ അനാലിസിസിൻ്റെ പ്രിൻസിപ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. പിന്നെ നമുക്ക് essay ആയിട്ടും 5 മാർക്കിൻ്റെ ആയിട്ടും മിക്ക പേപ്പറിലും കണ്ടിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ നമുക്ക് പല ടേമുകൾ ടെക്നിക്കലായിട്ടുള്ളത് കാണാൻ സാധിക്കും. അതിൽ ഏതെങ്കിലും 1 or 2 നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാറുണ്ട്. അതിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും പല എന്താണ് കാൻഡിൽ സ്റ്റിക്സ് ചാർട്ട് വരുന്ന റിപ്പീറ്റായിട്ട് വരുന്നത് പറയാം. 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. ഫ്ലാഗ്സ് എന്താണ്, വെഡ്ജസ് എന്താണ്, പിന്നെ കപ്പ് ആൻഡ് ഹാൻഡിൽ എന്താണ്, അതുപോലെ തന്നെ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് കുറേ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ലീഡിങ് ആൻഡ് ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ്. എന്താണ് ലീഡിങ് ആൻഡ് ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ്? കഴിഞ്ഞ പ്രാവശ്യം 2 മാർക്സിൻ്റെ. അപ്പോൾ ഇതൊക്കെ 2 മാർക്കിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം, മാക്സിമം 2 എണ്ണം. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ലാഗിങ് ആൻഡ് അതുപോലെ തന്നെ ലീഡിങ് ഇൻഡിക്കേറ്റേഴ്സ് എന്താണ്, അങ്ങനെ മാത്രമേ ചോദിക്കാറുള്ളൂ. അതല്ലാണ്ട് നിങ്ങൾ ഇത് ഡെപ്തിലോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ പറഞ്ഞു, ഈ ലാസ്റ്റ് പറഞ്ഞ ലീഡിങ് ആൻഡ് ലാഗിങ് ചോദിച്ചിട്ടുണ്ട്, ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ്, ലാഗ്സ്, അതുപോലെ തന്നെ കാൻഡിൽ സ്റ്റിക്സ് ചാർട്ട്, അങ്ങനെ 2-3 ഓസിലേറ്റേഴ്സ്. ഇതൊക്കെ 2 മാർക്കിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ലാണ്ട് നമ്മൾ കൂടുതൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകേണ്ട ആവശ്യമില്ല. ദെൻ 2 മാർക്കിൻ്റെ മറ്റൊരു ചോദ്യമാണ് ഡോവ് തിയറി എന്താണ്? 2 മാർക്സിൻ്റെ ചോദിച്ചിട്ടുണ്ട്, നിർബന്ധമായി നോക്കിയിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ എലിവേറ്റ് വേവ് തിയറി. ഇത് രണ്ടും എന്താണ് എന്നുള്ളത് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഫണ്ടമെൻ്റൽ അനാലിസിസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കാൻ വരാം. അതല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രിൻസിപ്പിൾസ്, എന്ന് വെച്ചാൽ അസംഷൻസ്, അങ്ങനത്തെ ഒരു ചോദ്യം. അതല്ലെങ്കിൽ EIC അനാലിസിസ് എക്സ്പ്ലെയിൻ ചെയ്യുക, ഇത് മറ്റൊരു ചോദ്യം. പിന്നെ ഞാൻ പറഞ്ഞു പല ടേംസുകൾ, ലീഡിങ്ങിലെ ഫ്ലാഗ്സ്, കപ്പ് ആൻഡ് ഷോൾഡർ, കാൻഡിൽ സ്റ്റിക്സ് ചാർട്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ല. അതിൽ ഏതെങ്കിലും 1 or 2 നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. പിന്നെ ഡോവ് തിയറിയോ എലിവിയേറ്റ് വേവ് തിയറിയോ, ഇതിൽ ഏതെങ്കിലും 1 2 മാർക്കിൻ്റെ. ഇങ്ങനെയാണ് നിങ്ങൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ പെറുക്കി പഠിക്കേണ്ടത്. അല്ലാണ്ട് വലിച്ചു വാരി പഠിച്ച് സമയം വേസ്റ്റ് ചെയ്യരുത്. ഓക്കെ, ഒരുപാടുണ്ട്. ഓക്കെ, ആ ടെക്നിക്കൽ ടൈമുകളിലേക്ക് പോയിട്ട് വെറുതെ നേരം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് വേറെ ഓപ്ഷൻസ് അവിടെ ചോദ്യത്തിൽ വരും essayക്ക്. ഈ EICയും ഫണ്ടമെൻ്റലൊക്കെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതെന്തെങ്കിലും പഠിച്ചു വെച്ചു കേട്ടോ. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 4, പോർട്ട്ഫോളിയോ അനാലിസിസ്, ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. പ്രോബ്ലം വരും, അതുപോലെ തന്നെ തിയറിയും വരും. രണ്ടും ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല. 3 പാർട്ടിൽ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 4. ഓക്കെ, സോ പോർട്ട്ഫോളിയോ അനാലിസിസ്, അതിൽ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്താണ്, ദെൻ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം, നോക്കിയിരിക്കണം പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൻ്റെ. പിന്നെ നെക്സ്റ്റ് വരുന്നത് റിസ്ക് റിട്ടേൺ അനാലിസിസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ. പിന്നെ മെയിൻ ടോപ്പിക് മെഷർമെൻറ്റ് ഓഫ് പോർട്ട്ഫോളിയോ റിട്ടേൺ ആൻഡ് റിസ്ക് ആണ്. പോർട്ട്ഫോളിയോ എക്സ്പെക്ട് റിട്ടേണിൻ്റെ കാൽക്കുലേഷൻ 5 മാർക്കിൻ്റെ പ്രോബ്ലത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ essayക്ക് പോർട്ട്ഫോളിയോ റിസ്ക് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. essayക്ക് എല്ലാ പ്രാവശ്യവും വരുന്നത് അതിൻ്റെ കാൽക്കുലേഷനാണ്. വലിയൊരു ഇക്വേഷൻ വെച്ചിട്ട് മാർക്കോവിറ്റ്സിൻ്റെ പോർട്ട്ഫോളിയോ റിസ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. എല്ലാ പ്രാവശ്യം essayക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എക്സ്പെക്ട് പോർട്ട്ഫോളിയോ റിട്ടേൺ കാണാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം 5 മാർക്കിനെങ്കിലും പ്രതീക്ഷിക്കാം. പോർട്ട്ഫോളിയോ റിസ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം essayക്കും പ്രതീക്ഷിക്കാം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നെക്സ്റ്റ് പോർട്ട്ഫോളിയോ ഡിവേഴ്സിഫിക്കേഷൻ എന്താണ്? നമുക്ക് 2 മാർക്കിൻ്റെ തിയറി ആയിട്ട് ചോദിക്കാറുണ്ട്. തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. മാർക്കോവിറ്റ്സ് എന്താണ്, മാർക്കോവിറ്റ്സ് മോഡൽ എന്താണെന്നുള്ള തിയറിയും നോക്കിയിരിക്കണം. അപ്പോൾ ഈ പറയുന്ന പ്രോബ്ലത്തിനും അതുപോലെ തന്നെ തിയറിക്കും വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, അതിൻ്റെ പ്രോസസ്സ്, ഫേസസ്, പിന്നെ പോർട്ട്ഫോളിയോ എക്സ്പെക്ട് റിട്ടേൺ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം, പോർട്ട്ഫോളിയോ റിസ്കിൻ്റെ പ്രോബ്ലം, ഇതൊക്കെ വരുന്നതാണ് കേട്ടോ, ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട്. പിന്നെ അതിലെ തിയറി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇനിയാണ് വരുന്നത്. പോർട്ട്ഫോളിയോ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക. ഓക്കെ, മൂവിങ് ടു ലാസ്റ്റ് മൊഡ്യൂൾ പോർട്ട്ഫോളിയോ ഡിവേഴ്സിഫിക്കേഷൻ. അത് നോക്കാം കേട്ടോ. തിയറിക്ക് ലാസ്റ്റ് മൊഡ്യൂളിലോട്ടാണ് പോകുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് തിയറി ആയിട്ട് പ്രതീക്ഷിക്കാം. മൊഡ്യൂൾ നമ്പർ 5 ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ. സോ എല്ലാ പ്രാവശ്യം essay ആയിട്ട് ഒരെണ്ണം ഇടുന്നുണ്ട്, അതല്ലെങ്കിൽ 5 മാർക്കിൻ്റെ സെബീനെ റിലേറ്റ് ചെയ്തുള്ള ഒരു ചോദ്യം.
റോൾ ഓഫ് സെബി ഫോർ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ, വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, കഴിഞ്ഞ 2 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ എന്താണ്, സെബി എന്താണ്, സെബിയുടെ ഫങ്ഷൻസ് ഉണ്ട്, ദെൻ സ്ട്രക്ചർ ഉണ്ട്, പവർ ഉണ്ട്, ദെൻ മെയിൻ ടോപ്പിക് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ മെഷേഴ്സ് ബൈ സെബി. എസ്എക്ക് റോൾ ഓഫ് സെബി ഇൻ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ എസ് ആയിട്ട് കഴിഞ്ഞ 2 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ളതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. 10 മാർക്കിൻ്റെ ചോദ്യത്തിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും നോക്കി വയ്ക്കണം, സെബിയുടെ റോളും മറ്റു കാര്യങ്ങളും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഇൻസൈഡർ ട്രേഡിംഗ് എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. റിപ്പീറ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ UPSI എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇൻസൈഡർ ട്രേഡിംഗ് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ദെൻ ഇൻവെസ്റ്ററുടെ റൈറ്റ്സ് എന്താണ്, നമുക്ക് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. ഇൻവെസ്റ്റർ ആക്ടിവിസം എന്താണ്, 2 മാർക്സ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. സെബി ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ്റെ കാര്യം, പിന്നെ ഇൻവെസ്റ്ററുടെ റൈറ്റ്സ്, പിന്നെ ഇൻസൈഡർ ട്രേഡിങ്, UPSI, ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, ദെൻ നിഫ്റ്റി എന്താണ്, നിഫ്റ്റി എന്താണ്, സെൻസെക്സ് എന്താണ്, ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ നോക്കി വയ്ക്കണം കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 5. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് 5 മൊഡ്യൂളിൽ ഫോക്കസ് ചെയ്യാനുള്ള റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്സ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മൊഡ്യൂൾ നമ്പർ 1, 4, 5 ആണ്. ഈ 3 മൊഡ്യൂൾസാണ് ചങ്ക് മൊഡ്യൂൾസ്. ഇത് പഠിച്ചതിന് ശേഷം മൊഡ്യൂൾ നമ്പർ 2, മൊഡ്യൂൾ നമ്പർ 3 ഇതിലോട്ട് പോകുക. എസ് എ വരുന്നത് 1, 3, 4, 5 നിന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഓരോ പാർട്ടിലും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളുടെ വീഡിയോസ്, എസ് എ, അതുപോലെ 2 മാർക്സ്, 5 മാർക്സ്, ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.